പോയാലോ? തന്നോട് ചേർന്ന് നിൽക്കുന്ന സഹസ്ര ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദക്ഷ ചോദിച്ചു കേട്ടതും അവൻ ചിരിയോടൊന്ന് കണ്ണു ചെമ്മി. ഇന്നിപ്പോൾ സഹസ്ര ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവുകയാണ്. വൈദേഹിയും വീരസിംഹയും നേരത്തെ തന്നെ വീട്ടിലേക്ക് തിരിച്ചിരുന്നു. സഹസ്രയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് അവനെ പിടിച്ചതാണ് ദക്ഷ. അതിനുവേണ്ടി മനഃപൂർവ്വം അക്ഷയ് ആദ്യമേ മുന്നോട്ട് നടന്നിരുന്നു. സഹസ്രയുടെ ഇടത് കൈ അവളെ സാരി ഉടുത്ത ഇടുപ്പിന് വിടയിൽ അല്പം തെളിഞ്ഞു കാണുന്ന വയറിൽ പിടുത്തമിട്ടതും നിന്നെടുത്ത് തന്നെ നിന്നുപോയി അവൾ. വരുന്നില്ലേ? ക്ഷീണമുണ്ടെങ്കിലും കുസൃതി നിറഞ്ഞ അവൻ്റെ കണ്ണുകളിലേക്ക് ദക്ഷ സൂക്ഷിച്ചു നോക്കി. അത് കണ്ടതും സഹസ്രയുടെ കൈ വീണ്ടും ഒരിക്കൽ കൂടെ അവിടെ പതിഞ്ഞു. പ്രമേട്ട, അക്ഷയുണ്ട്. മുന്നിലേക്ക് നോക്കിയൊരു വെപ്രാളത്തോടെ പറഞ്ഞു ദക്ഷ. അതിന് ഇത്തിരി ഗൗരവം അവൻ്റെ മുഖത്ത് പടർന്നത് നിമിഷം നേരം കൊണ്ടാണ്. അത് നോക്കി ദക്ഷ ഒന്ന് ആശ്ചര്യപ്പെട്ടു പോയി. നടക്കഗ്നി, എനിക്കിങ്ങനെ ഒത്തിരി നേരം നിൽക്കാൻ വയ്യ. അവളിൽ കൂടുതൽ പിടിമുറുക്കി ആ ദേഹം തന്നിലേക്ക് ചേർത്തുകൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ അവനുമായി മുന്നോട്ട് നടന്നു. ഒറ്റയ്ക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞ ആൾ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണി ചുണ്ടിൽ വിടർന്ന് വന്നൊരു ചിരി അങ്ങനെ തന്നെ ഒതുക്കി പിടിച്ചവൾ. ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി സഹസ്ര അവളെ ഒതുക്കി പിടിച്ച പുഞ്ചിരി കണ്ടതും അവളെ തന്നെ നോക്കി നടന്നുപോയി. സൂക്ഷിച്ച്. സഹസ്രയുടെ കാലിന് തെറ്റി അവൻ മുന്നോട്ട് വീഴാൻ പോയത് കണ്ടതും വേഗത്തിൽ ദക്ഷ അവനെ പിടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു. ശ്രദ്ധിച്ചില്ല. അവളുടെ ഉയർന്ന നെഞ്ചിടിപ്പ് തൻ്റെ കാതിൽ കേട്ടെന്ന പോലെ നിറഞ്ഞെന്ന് ചിരിച്ചവൻ. പിന്നെ ശ്രദ്ധ എവിടെയായിരുന്നു? ദക്ഷയ്ക്ക് ദേഷ്യം തോന്നിപ്പോയി. ഒട്ടും ശ്രദ്ധയില്ലാതെയാണ് നടപ്പ്. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. അവളുടെ ഭാവം കണ്ടവൻ അവളെ നോക്കി കണ്ണൊന്നുകൂടെ ചിമ്മിക്കാട്ടി. ഇതിപ്പോൾ ആരാരെയും പിടിക്കുന്നത്? വയ്യാത്തത് ഏട്ടനല്ലേ? പക്ഷെ ദക്ഷ ഡോക്ടറെ ഏട്ടനാണല്ലോ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. സഹസ്രയ്ക്ക് കയറാൻ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന അക്ഷയ് ഒരു കളിയാക്കലോടെ ചോദിച്ചു കേട്ടതും ദക്ഷയുടെ മുഖം ഒന്ന് വിളറിപ്പോയി. നീ കയറിക്കോ അക്ഷി. തങ്ങളെ കളിയാക്കാൻ എന്നതുപോലെ നിൽക്കുന്നവൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും അക്ഷയ് ഒരു ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. സഹസ്രയെ പുറകിലെ സീറ്റിലേക്ക് ശ്രദ്ധിച്ചിരുത്തിക്കൊണ്ട് അവനരികിൽ തന്നെ ദക്ഷയും കയറി. അപ്പ ഏർപ്പാടാക്കിയതാണ് ഡോക്ടറെ. ഏട്ടനോ നമുക്കോ ഒരു പോറൽ പോലും പറ്റാതിരിക്കാൻ, ഒളിച്ചു കളിക്കുന്നവൻ നമ്മുടെ രോമത്തിൽ പോലും തൊടാതിരിക്കാൻ. തങ്ങളുടെ പുറകെ വരുന്ന യൂണിഫോം ധരിച്ച ബോഡി ഗാർഡ്സിനെ ദക്ഷ സംശയത്തോടെ തിരിഞ്ഞു നോക്കുന്ന കണ്ടതും അക്ഷയ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. സത്യത്തിൽ അത് കേട്ടതും ദക്ഷയ്ക്ക് അല്പം ആശ്വാസം തോന്നി. സഹസ്രയ്ക്ക് അന്ന് രാത്രി അങ്ങനെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം പുറത്ത് കാവൽ ഏർപ്പാടാക്കിയത് ഇവരെയായിരുന്നെന്ന് അവൾ ഓർത്തു. ഇനിയിപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ നമ്മൾ എവിടെ പോയാലും ഇവർ നമ്മുടെ ഒപ്പം കാണും. ഒരു കരുതൽ എന്തായാലും നല്ലതാണല്ലോ. അക്ഷയ് ഗൗരവത്തോടെ പറയുമ്പോൾ അവൾക്കത് നന്നായി എന്ന് തോന്നി. എന്നാലും അവനെ അങ്ങനെ രക്ഷപ്പെടാൻ വിടണ്ടായിരുന്നു വേട്ടാ. അതല്ലേ ഏട്ടനെ പോലും ഇല്ലാതാക്കാൻ അവൻ നോക്കിയത്. ദീപക്കിനോടുള്ള ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി പോയി അക്ഷയുടെ മുഖം. ഒരവസരം കൊടുത്ത് നോക്കിയതല്ല അക്ഷയ്. ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവനും നരകിക്കാനാണ് അവൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ചെറുചിരിയോടെയാണ് അവൻ പറയുന്നതെങ്കിലും മാമുഖത്ത് നിറഞ്ഞുന്ന ഗൗരവം നോക്കിപ്പോയി ദക്ഷ. എന്തേ? തന്നെ ശ്രദ്ധിച്ചിരുന്ന ദക്ഷയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കണ്ണുകൾ കൊണ്ട് അവൻ പതിയെ ചോദിച്ചു. അതിനൊന്നുമില്ല എന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് ദക്ഷ പുറത്തേക്ക് നോക്കിയിരുന്നു. വല്ലാത്ത ക്ഷീണം അഗ്നി. ഒരു വല്ലായ്മയുടെ സഹസ്ര പറഞ്ഞു കേട്ടതും ദക്ഷ അവനെ വെപ്രാളത്തോടെ നോക്കി. 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കാമായിരുന്നല്ലോ. ഇതിപ്പോൾ ഡിസ്ചാർജ് വാങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടല്ലേ? അവൾ അവൻ്റെ നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞതും ആ കൈയിൽ നിന്ന് പിടിച്ചു വെച്ചവൻ. അതിന് മാത്രം ഒന്നുമില്ല, എങ്കിലും ഒന്ന് കണ്ണടയ്ക്കാൻ തോന്നുന്നു. അവളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് സഹസ്ര കണ്ണടച്ചതും ദക്ഷ നോക്കിയതും മുന്നിലിരുന്ന് തങ്ങളെ അന്തം വിട്ട് നോക്കുന്ന അക്ഷയായിരുന്നു. അവൻ്റെ നോട്ടം കണ്ടതും അവളൊന്ന് പരുങ്ങിപ്പോയി. സത്യത്തിൽ അവർ രണ്ടുപേരും കാണിച്ച കാര്യം അക്ഷയ് അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് അത് പറയാനൊരു അവസരം കിട്ടിയില്ല എന്നതാണ്. നേരെ നോക്കി ഡ്രൈവ് ചെയ്യുക അക്ഷയ്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കുന്ന അത്ര നല്ല ശീലമല്ല. അതറിയില്ല നിനക്ക്. അക്ഷയുടെ കണ്ണുകൾ മിറൽ വഴി പുറകിലേക്ക് വരുന്നത് അറിഞ്ഞുകൊണ്ട് അല്പം ഗൗരവത്തിൽ സഹസ്ര പറഞ്ഞു കേട്ടതും അക്ഷയുടെ മുഖം ഒന്ന് വീർത്തുപോയി. അത് കാണാൻ ദക്ഷയ്ക്ക് ചിരിയാണ് വന്നത്. വീട്ടിലെത്തുന്നത് വരെ സഹസ്ര ദക്ഷയുടെ തോളിൽ അങ്ങനെ തന്നെ ചാഞ്ഞു കിടന്നിരുന്നു. അങ്ങനെ കിടന്നവൻ ചെറുതായി മയങ്ങിപ്പോയെന്ന് പറയാം. സഹസ്രയെ തട്ടി ഉണർത്തി പുറത്തിറങ്ങുമ്പോൾ അരികിലേക്ക് വൈദേഹിയും വീരസിംഹയും വേഗത്തിൽ നടന്നു വന്നു. സിറ്റൗട്ടിൽ തന്നെ ആരോഹിയും രേഷ്മയും അടക്കം ബാക്കി 2 സീനിയർ ഡോക്ടർമാരും നിൽപ്പുണ്ടായിരുന്നു. ദക്ഷിണ തോളിൽ കൈയിട്ട് വരുന്ന സഹസ്രയെ കണ്ട് അറിവിൻ്റെ കണ്ണുകൾ രണ്ടും ചുവന്നു വന്നു. അതറിഞ്ഞപ്പോൾ രേഷ്മ അവളെ ആശ്വസിപ്പിച്ച് കൂടെ തന്നെ നിന്നു. ഇവർ തമ്മിൽ നമ്മളറിയാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ രേഷു? സഹസ്രയുടെ ഇടത് കൈ അവളെ ഇടുപ്പിൽ അമർന്നിരിക്കുന്ന കണ്ടതും ഒരുതരം വെപ്രാളത്തോടെ ഒരു രേഷ്മയോട് ചോദിച്ചു പോയി. അതിന് മറുപടി കൊടുക്കാൻ അവൾക്കും പറ്റിയില്ല. ആ ഒരു സംശയം 2 ദിവസമായി രേഷ്മയ്ക്കുമുണ്ട്. വന്നവരെല്ലാം അകത്ത് കയറിയിട്ടും അരുവും രേഷ്മയും കുറച്ചു നേരം പുറത്തു തന്നെ നിന്നു.
ഇനിയും ഇവിടെ നിൽക്കണ്ടരും, അകത്ത് പോയി നോക്കാം. പുറത്ത് തന്നെ വല്ലായ്മയോടെ നോക്കി നിൽക്കുന്ന അരുവിനെ പിടിച്ചുകൊണ്ട് രേഷ്മ പറഞ്ഞു കേട്ടതും അവളൊന്ന് തല കുലുക്കി അകത്തേക്ക് നടന്നു. സഹസ്ര ക്ഷീണത്തോടെ ഹാളിലെ സീറ്റിലിരിക്കുകയാണ്. അരികിൽ തന്നെ അക്ഷയും വീരസിംഹയുമുണ്ട്. വൈദേഹിയുടെ ഒപ്പം അടുക്കളയിലേക്ക് പോകുന്ന ദക്ഷയെ അരു ദേഷ്യത്തോടെ ഒന്ന് നോക്കി. അവളെ സൗന്ദര്യം കാണിച്ച് സഹസ്രയെ മയക്കി എടുത്തിരിക്കുകയാണെന്ന് അവൾ ചിന്തിച്ചു കൂട്ടി. അതിൻ്റെ അവസാനം ആ മുഖത്ത് ദക്ഷയോടുള്ള പക നിറഞ്ഞു വന്നു. എങ്ങനെയുണ്ട് സാർ? സഹസ്ര തന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ലെന്ന് കണ്ടതും വിഷമത്തോടെ അരു അവനോട് ചോദിച്ചു. ഒരൊറ്റ മുള്ളിൽ അവളെപ്പോലും നോക്കാതെ സഹസ്ര തൻ്റെ മറുപടി ഒതുക്കിയതും ചുറ്റും ഇരിക്കുന്നവർക്ക് മുൻപിൽ താൻ കൊച്ചായതുപോലെ അവളെ തലയിന്ന് താഴ്ന്നു പോയി. അടുക്കളിൽ നിന്ന് എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസുമായി വരുന്ന ദക്ഷയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്ന കണ്ടതും അമർഷത്തോടെ അരു തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. എല്ലാവരും എടുക്കൂ. വീരസിംഹയ്ക്കും അക്ഷയ്ക്കും സഹസ്രയ്ക്കും ജ്യൂസ് കൊടുത്ത് ഒരെണ്ണം ദക്ഷയും എടുത്തു. അത് നോക്കി വൈദേഹി തൻ്റെ കയ്യിലിരിക്കുന്ന ബാക്കി ഗ്ലാസ്സുകളെല്ലാം മറ്റ് 4 പേർക്കും നീട്ടി. മധുരം തുളുമ്പുന്ന മാംഗോ ജ്യൂസ് കുടിച്ചപ്പോൾ കാഞ്ഞിരം പോലെ കയ്പ് അനുഭവപ്പെട്ടു അരുവിന്. അത് മുന്നിലെ സഹസ്രയും അവൻ്റെ അരികിലായിരിക്കുന്ന ദക്ഷയും കണ്ടിട്ടായിരുന്നു. എങ്ങനെയൊക്കെ കയ്യിലിരുന്ന ജ്യൂസ് കുടിച്ച് തീർത്തുകൊണ്ട് അരു തനിക്ക് തന്ന റൂമിലേക്ക് പോയതും കൂടെ രേഷ്മ എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി അവളുടെ ഒപ്പം നടന്നു. അക്ഷയ് വന്നത് മുതൽ അരുവിൻ്റെ ഓരോ ഭാവവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം മുറിയിരിക്കുന്ന കണ്ടതും അവൻ്റെ പൊരുക്കം സംശയത്തോടെ ഒന്ന് ചൊളിഞ്ഞു. അരു പോകുന്ന വഴി അക്ഷയുടെ കണ്ണുകളും നീങ്ങി. മാളു, മാളു, വാതിൽ തുറക്ക്. തുടരെ മാളുവിൻ്റെ റൂമിൻ്റെ ഡോറിൽ തട്ടിയത് കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നും കണ്ണ് തുറന്നത്. ദീപക്കിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചവൾ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് പോയി. അവൾ ചാടി എഴുന്നേറ്റതും കണ്ടത് ദീപക്കിൻ്റെ ഉറക്കവും മുറിഞ്ഞുപോയി. എന്താ? ദീപക്ക് പറഞ്ഞു വന്നതും അതിനെ തടയിടാൻ എന്ന വണ്ണം മാളു അവൻ്റെ വായിന്ന് പൊത്തിപ്പിച്ചുകൊണ്ട് അരുതെന്ന് കണ്ണ് കാണിച്ചു. വീണ്ടും ഡോറിൽ മുട്ടിയ ശബ്ദം കേട്ട് ദീപക്ക് ബെഡിലും ചാടി എഴുന്നേറ്റുകൊണ്ട് താഴെ ചിതറിക്കിടക്കുന്ന തൻ്റെ ഡ്രസ്സ് എടുത്തിട്ടു. പിന്നെ അവളെ കണ്ണ് കാണിച്ചുകൊണ്ട് വേഗം തന്നെ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. വെപ്രാളം വന്ന മാളു വേഗം തന്നെ ഡ്രസ്സും എടുത്തണിഞ്ഞുകൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചു. പിന്നെ പതിയെ പോയി വാതിൽ തുറന്നു. നീ ഇത്ര നേരം ഉറക്കമായിരുന്നോ? ഞാൻ കുറേ നേരമായി വിളിക്കുന്നു. മുന്നിൽ വന്ന മാളുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് സിദ്ധുവിൻ്റെ കണ്ണുകൾ ആ റൂമിനകത്തേക്കൊന്ന് കറങ്ങി. അത് മനസ്സിലായതും മാളുവിന് നെഞ്ചു വല്ലാതെ ഇടിച്ചു ഉയർന്നു. വല്ലാത്ത ക്ഷീണം കാണാൻ ഉറങ്ങിപ്പോയി സിദ്ധുവേട്ട. അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും സിദ്ധു അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് അവളെ റൂമിനകത്തേക്ക് കയറി. എന്താ സിദ്ധുവേട്ട? അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഞെട്ടിപ്പോയ മാളു വേഗം അവൻ്റെ മുന്നിൽ കയറി നിന്നു. നിമിഷം നേരം കൊണ്ട് അവളുടെ മുഖം മുഴുവനും വെട്ടി വീർത്തുപോയി. സിദ്ധു റൂമിനകത്ത് വെച്ച ദീപക് ടോക്കിനെ കണ്ടാലുള്ള ഭവിഷ്യത്ത് ആലോചിച്ചതും അവൾക്ക് വല്ലാത്ത വിറയൽ തോന്നി. എൻ്റെ റൂമിൻ്റെ ബാത്റൂമിൽ എന്തോ വെള്ളം വരുന്നില്ല. കുറേ നോക്കി. എന്തായാലും നീ ഒന്ന് മാർക്കി, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. സിദ്ധു പറഞ്ഞു കേട്ടതും മാളു തറഞ്ഞു നിന്ന് പോയി. ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇന്നലെ സിദ്ധുവിൻ്റെ ഒപ്പം കിടക്കാതെ മാളു തൻ്റെ റൂമിലേക്ക് തന്നെയായിരുന്നു വന്നത്. അതിൽ അവനും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇവിടെ ഞാൻ കുളിക്കാൻ നിൽക്കുമായിരുന്നു സിദ്ധുവേട്ട. മാളു നിന്ന നിൽപ്പിൽ തൻ്റെ വിറയിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും സിദ്ധു അവളെ വെപ്രാളം നിറഞ്ഞ മുഖത്തേക്കൊന്ന് നോക്കി. എന്തു പറ്റി നിനക്ക്? സുഖമില്ലേ? അവൾ പ്രഗ്നൻ്റ് കൂടെയാണെന്ന് ഓർത്തതും സിദ്ധു അവളെ കവിളിൽ തൊട്ടുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. സിദ്ധുവിൻ്റെ കൈയിരിക്കുന്ന തൻ്റെ കവൾ വല്ലാതെ പുകയുന്നത് പോലെ തോന്നി അവൾക്ക്. അവൻ കെട്ടി താലിയിട്ടുകൊണ്ടാണ് താൻ ഇന്നലെ ദീപക് ടോക്കിൻ്റെ ഒപ്പം കിടന്നെന്ന് ഓർത്തതും അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ശക്തി കിട്ടിയില്ല. ഒന്നും പറയാൻ വയ്യെങ്കിൽ വേണ്ട, നീ മാർക്കി. മാളു ഒന്നും മിണ്ടാൻ നിൽക്കുന്ന കണ്ടതും സിദ്ധു അല്പം ദേഷ്യത്തോടെ അവളെ പിടിച്ച് മാറ്റിക്കൊണ്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. അത് കണ്ട് വിറങ്ങിലിച്ച് നിന്ന് പോയി മാളു. സിദ്ധുവേട്ടാ! മാളു വേഗത്തിൽ വിളിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അവളെ വിളിക്കിട്ട് സംശയത്തോടെ സിദ്ധു അവളെ നോക്കി. ഇവിടെയും വെള്ളം വരുന്നില്ല. ഞാൻ ഗസ്റ്റ് റൂമിൽ പോയാൽ കുളിക്കുന്നത്. മാളു തൻ്റെ മുഖത്ത് പൊടിഞ്ഞ് വിയർപ്പ് തുള്ളികൾ തുടച്ച് നീക്കിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു. അകത്തയൽ ഒളിപ്പിച്ചു വെച്ച കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ ഇവർ ആരും ജീവനോടെ വെച്ചേക്കില്ല. മാളു പേടിയോടെ തന്നെ ചിന്തിച്ചു പോയി. അതെന്താ ഇപ്പം 2 റൂമിലും ബാത്റൂമിലും വെള്ളം വരാതിരിക്കാൻ? സിദ്ധു സംശയത്തോടെ അങ്ങനെ തന്നെ നിന്നു. അവൻ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തന്നെ നെഞ്ചിൽ കിടന്ന് പിടയ്ക്കുന്നത് പുറത്തു കാട്ടാൻ നിന്നു അവൾ. ഞാനെന്നാ അമ്മയുടെ റൂമിൽ പോയി കുളിച്ചോളാം. മാളുവിൻ്റെ വെപ്രളം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് സിദ്ധു പുറത്തേക്ക് നടന്നു. അത് കണ്ട് ആശ്വാസം വന്നതുപോലെ അവൾ വേഗം ഓടിപ്പോയി ആ റൂം ലോക്ക് ചെയ്തുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുത്തു. പിന്നെ കുളിച്ചും മാറുന്ന ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അവൻ പോയോ? മാള് ഫ്രഷ് ആകാൻ വേണ്ടി കയറിയത് കണ്ടതും ദീപക് ആശ്വാസത്തോടെ ചോദിച്ചു. അതിന് തല താഴ്ത്തിക്കൊണ്ടവൾ ഒന്നും മൂളി. എന്നാൽ ഫ്രഷ് ആയിക്കോ. മാളുവിനെ ഒന്നുകൂടെ നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും മാള് വേഗം ഫ്രഷ് ആകാൻ തുടങ്ങി. ഇനിയിപ്പോൾ സഹസ്രയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ചിന്തിച്ച് ദീപക് ബെഡിലായി നീണ്ടു നിവർന്നങ്ങ് കിടന്നു. മരുന്ന് കഴിക്കണ്ടേ?
ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് കഴിച്ച ബെഡിൽ ചാരിയിരിക്കുന്ന സഹസ്രക്കരികിലെത്തി ദക്ഷ ചോദിച്ചതും കണ്ണടച്ചെന്തോ ആലോചിച്ചിരുന്നവൻ ഒരു ചിരിയുടെ കണ്ണുകൾ തുറന്നു. ബാക്കിയുള്ളവർക്ക് ഇവിടെ എല്ലാവരും കഴിച്ചിട്ട് കിടന്നു. കുറച്ച് ദിവസമായല്ലോ എല്ലാവരുടെയും ഉറക്കം പോയിട്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കുക. അപ്പോൾ തനിക്ക് ഉറങ്ങണ്ടേ ചോദിച്ചുകൊണ്ട് സഹസ്ര അവളെ വലിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. എന്താ ബ്രഹ്മേട്ട ഇത്? സ്റ്റിച്ച് കരിഞ്ഞതുപോലുമില്ല. അവനിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ദക്ഷ അല്പം ദേഷ്യത്തിൽ സഹസ്രയോട് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അവളെ വിടാതെ പിടിച്ചിരുന്നതേ ഉള്ളൂ അവൻ. വീട് ബ്രഹ്മേട്ട, ഇതെന്താ ഇപ്പം ഇങ്ങനെ? ആരോഗ്യം കൂടെ നോക്കണ്ടേ? നിന്നെയൊന്നും മടിയിലിരുത്താനുള്ള ആരോഗ്യമൊക്കെ തൽക്കാലം ഇപ്പോഴും എനിക്കുണ്ട്. അതോർത്ത് എൻ്റെ അഗ്നി ടെൻഷൻ അടിക്കണ്ട. അവളുടെ ചുവന്ന് നിൽക്കുന്ന മൂക്കിൽ മൂക്കുകൊണ്ട് പതിയെ തട്ടി സഹസ്ര പറഞ്ഞു കേട്ടതും അവളുടെ കണ്ണുകൾ വല്ലാതെ ഇന്ന് പിടഞ്ഞുപോയി. ആ പിടച്ചിൽ വല്ലാത്തൊരു ഇഷ്ടത്തോടെ നോക്കിയിരുന്നവൻ. മരുന്ന് കയ്യിലിരുന്ന ഗുളിക അവനെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും ഒരു ചിരിയോടെ അത് വാങ്ങി കഴിച്ചു അവൻ. ഇങ്ങനെയാണെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല കേട്ടോ. ഇതിപ്പോൾ കോളേജ് പിള്ളേരെ പോലെ ബ്രഹ്മേട്ടൻ. ഇങ്ങനെയൊക്കെ കുറുമ്പ് കാട്ടാൻ നമുക്ക് പ്രായം 18 ദക്ഷ സഹസ്ര നെഞ്ചിൽ ചുറ്റിക്കിടക്കുന്ന സ്വർണ്ണമാലിൽ വിരൽ കടത്തിയൊന്ന് വലിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും സഹസ്ര തൻ്റെ മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. പ്രണയത്തിനും അങ്ങനെയൊക്കെ പ്രായം നോക്കണം. നീ മനസ്സിൽ എന്ത് തോന്നോ അതപ്പം തന്നെ പ്രവർത്തിക്കണം. ഇത്രയും നാൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്നില്ലേ, ഇനി മതി. സഹസ്ര പതിയെ പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖത്തേക്കൊരു സംശയത്തോടെ നോക്കി അവൾ. എന്താ ചോദിക്കാനുള്ളത്? അവളുടെ നോട്ടം കണ്ടും സഹസ്ര ഒരു പുരികമുയർത്തി അവളുടെ കവളിന്ന് കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. അക്ഷയ്, അവൻ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നത് ബ്രഹ്മേട്ടനെ അറിയാമായിരുന്നോ? ഇടയ്ക്കൊന്ന് പതറിപ്പോയെങ്കിലും ദക്ഷതന് സംശയം ചോദിച്ചു. അറിയാമായിരുന്നു. അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി സഹസ്ര ചുമലിലേക്ക് നോക്കി. എന്നിട്ടും എന്താ അവനെ എതിർക്കാതിരുന്നത്? ഈ മനസ്സിൽ ഞാനുണ്ടെന്ന് പറയാഞ്ഞത്? ഒരു ഉത്തരത്തിനായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ. അവൻ സ്വയം മനസ്സിലാക്കുന്നതാകും നല്ലെന്ന് തോന്നി. ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടി അവൻ പിന്മാറുമായിരിക്കും. പക്ഷെ നിനക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത എത്രയെന്ന് അവൻ അറിയാൻ പറ്റില്ലായിരുന്നു. സഹസ്ര പറഞ്ഞു കേട്ട് ഒന്ന് പതിയെ മോളി അവൾ. എന്തു പറ്റി? ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നീ കാണുമെന്ന സംശയമാണോ? ആ മനസ്സിൽ എനിക്കിപ്പോൾ ഈ ഇരിക്കുന്ന അവൻ്റെ ഏട്ടൻ്റെ പെണ്ണെന്ന സ്ഥാനമാണെന്ന് എനിക്കറിയാം. അതിലൊരു സംശയമില്ല എനിക്ക്. പിന്നെ നമ്മുടെ ഇടയിൽ വന്നു പോയല്ലോ എന്നവന് ഒരു വിഷമം കൂടെയുണ്ട്. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. നിനക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ലേ? അവൾക്ക് അവനോട് ഒരു തരി പോലും ദേഷ്യം ഇല്ലെന്നറിയാമെങ്കിലും അവളുടെ മറുപടി കേൾക്കാൻ എന്നതുപോലെ സഹസ്രമെല്ലാം ചോദിച്ചു. ക്ഷമിക്കാൻ മാത്രം എനിക്ക് അവനോട് ദേഷ്യം തോന്നിയാലല്ലേ ബ്രഹ്മേട്ട? അവൻ്റെ മനസ്സിൽ എന്തായാലും എൻ്റെ ഉള്ളിൽ അവനെൻ്റെ അനുജൻ തന്നെയാണ്. അതിൻ്റെ അധികാരത്തിൽ അല്പം തല്ലൊക്കെ കൊടുത്ത് എൻ്റെ ദേഷ്യം ഞാൻ അവിടെ തീർക്കുമായിരുന്നു. ദക്ഷ ഒരു ചിരിയോടെ പറയുമ്പോൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി സഹസ്ര. പിന്നെ മെല്ലെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിൽ ഒതുക്കി പിടിച്ചു അവളുടെ മുഖം. ദക്ഷയും ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നതും പുറകിലെന്തോ താഴെ വീണ് പൊട്ടുന്ന ശബ്ദം കേട്ടവർ രണ്ടാളും തിരിഞ്ഞു നോക്കി. അവിടെ ദേഷ്യം കൊണ്ട് നിറഞ്ഞ കണ്ണോടെ നിൽക്കുന്ന അരുവിനെ കണ്ടതും സഹസ്രയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞ ദേഷ്യമായിരുന്നുവെങ്കിൽ ദക്ഷയുടെ മുഖത്ത് സംശയമായിരുന്നു. എങ്കിലും ദക്ഷ വേഗം സഹസ്രയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ ബെഡിലായിട്ട് ഇറങ്ങിയിരുന്നു. ആരോഹി എന്താ ഇവിടെ? അതും സ്വന്തം റൂം പോലെ ഇത്ര സ്വാതന്ത്ര്യത്തിൽ അകത്തേക്ക് കയറി വന്നത്? തന്നിൽ നിന്ന് മാറിയിരുന്ന ദക്ഷയൊന്ന് കടുപ്പിച്ച് നോക്കി സഹസ്ര ദേഷ്യം നിറഞ്ഞ ശബ്ദത്തിൽ ആരോഹിയെ നോക്കി. അവൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും ആരോഹിയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. മുന്നിലെ കാഴ്ച അവളെ അത്രമാത്രം തകർത്ത് കളഞ്ഞിരുന്നു. ദക്ഷയും സഹസ്രയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയം ഇപ്പം ക്ലിയറായി. ഇങ്ങനെ പരസ്പരം പുണർന്നിരിക്കുന്നവർ തന്നെ തൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരവാണല്ലോ. വിതുമ്പാൻ തുടങ്ങിയ ചുണ്ടുകൾ അവളൊന്ന് കൂട്ടിപ്പിടിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ല രോഹി, താനെന്താ ഇവിടെയെന്ന്? അവളെ നിൽപ്പ് കണ്ട് ദേഷ്യം വന്ന സഹസ്ര അല്പം മാമർഷത്തോടെ തന്നെ വീണ്ടും ചോദിച്ചു. ഞാൻ സാറിന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. അവൾ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖമൊന്ന് ചൊളിഞ്ഞു. ആരോഹി പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പം മറ്റുള്ള റൂമിൽ കയറുന്നതിന് മുൻപ് അവരോട് അനുവാദം ചോദിച്ചിരിക്കണം. ഞാൻ 2ാമത്തെ വട്ടമാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇനിയും ആരോഹി ഇങ്ങനെ ആവർത്തിക്കില്ലെന്ന് കരുതുന്നു അല്ലേ? അവളെ നോക്കി തന്നെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും ഒരു പതിയെ ഒന്ന് തല കുലുക്കി. അവരോട് സോറി ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എവിടേക്കാ? തൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സംശയത്തോടെ സഹസ്ര ചോദിച്ചു. ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അരുവിനെ കാണിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞതിന് അവനൊന്ന് മൂളി. ബ്രഹ്മേട്ടൻ കിടന്നു. അവനെ കിടത്താൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ദക്ഷ പറഞ്ഞു കേട്ടതും ഒരു ചിരിയുടെ കണ്ണ് ചിമ്മി അവൻ. പിന്നെ മരുന്നിൻ്റെ ക്ഷീണത്തിൽ പതിയെ കണ്ണുകൾ അടച്ചു. അരുഹി ഒന്നവിടെ നിന്നേ. പതിയെ റൂമിലേക്ക് നടക്കുന്ന അരുവിനെ പുറകിൽ നിന്ന് വിളിച്ചു ദക്ഷ. അത് കേട്ടതും കണ്ണ് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അരു അവിടെ തന്നെ നിന്നു. നിനക്ക് എന്താ വേണ്ടത്? ദക്ഷ അവൾക്ക് നേരെ നിന്നുകൊണ്ട് ചോദിച്ചു കേട്ടതും അരു മനസ്സിലാകാതെ അവളെ ദേഷ്യത്തോടെ നോക്കി.
ബ്രഹ്മേട്ടനെ നീ നോക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ലെന്ന് കരുതണ്ട. എന്താ നിന്റെ മനസ്സിൽ? അതാ എനിക്കറിയേണ്ടത്. അരുവിൻ്റെ മുഖത്തേക്ക് നോക്കി ദക്ഷ അമർഷത്തോടെ പറഞ്ഞു കേട്ടതും അരുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു വന്നു. എൻ്റെ മനസ്സിൽ എന്തെന്നറിഞ്ഞാൽ നിങ്ങൾ പിടിച്ചു വെച്ചേക്കുന്ന സാറിനെ എനിക്ക് തരുമോ നിങ്ങൾ? അരു ദേഷ്യത്തോടെ അവളോട് ചീറിയത് കണ്ടതും ദക്ഷ ആദ്യം ഒന്ന് അമ്പരന്ന് പോയി. പിന്നെ ഒരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. ഓ, അപ്പം ബ്രഹ്മേട്ടനോട് പ്രണയമാണോ മോൾക്ക്? ഞാനത് നടത്തി തരുമെന്ന് തോന്നിയോ നിനക്ക്? അരുവിനെ കണ്ണുകൾ കൊണ്ടൊന്ന് പഠിക്കും പോലെ നോക്കി ദക്ഷ. നിങ്ങൾ നടത്തി തന്നാലും ഇല്ലെങ്കിലും എൻ്റെ പ്രണയം ഞാൻ നേടിയെടുക്കും. അത് നിങ്ങളെപ്പോലെ ഈ കൊഴുത്ത ശരീരം ആൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടും തൊട്ടു തലടം വിട്ടുകൊടുത്തിട്ടുമല്ല, എൻ്റെ ആത്മാർത്ഥ പ്രണയം കൊണ്ട്. അരു വീരോടെ പറഞ്ഞു കേട്ടും ദക്ഷയുടെ പുരികം ഒന്ന് ചൊളിഞ്ഞു പോയി. നിങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കണ്ട. നിങ്ങൾ അകത്തിരുന്നത് എങ്ങനെയാണെന്ന് ഞാനും കണ്ടതാണല്ലോ. അത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഈ ശരീരം കാണിച്ചു മയക്കാണ് സാറിന് വീഴ്ത്തിയതെന്ന്. തെരുവിൽ നിന്ന് ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ടാകും നിങ്ങളെക്കാൾ മാന്യത. അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണല്ലോ മാനം വിൽക്കുന്നത്. പക്ഷെ നിങ്ങളോ? സഹസ്രയുടെ ഒപ്പം അവളെ അങ്ങനെ കണ്ടതിലുള്ള ദേഷ്യം തീർക്കാൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു വരും. നിങ്ങൾക്ക് സാറിനോടുള്ളത് പ്രണയമല്ല, മറിച്ച് ആ ശരീരത്തോടുള്ള അഭിനിവേശമാണ്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പരുക്ക് പറ്റിയിരിക്കുന്നോ ആളുടെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുമോ നിങ്ങൾ? നിങ്ങളെ അസുഖം വേറെയാ. ആരു ദക്ഷയ്ക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു തരുന്നതും ദക്ഷയുടെ കൈകൾ വായുവിൽ 3-4 വട്ടം ഒന്നുയർന്ന് താഴ്ന്നു. ചുണ്ടുകൾ പൊട്ടി ചെറുതായി ചോര പൊടിഞ്ഞ് ഒരു പേടിയുടെ ചുമറ്റിൽ ചാർന്നതും ദക്ഷ എരിയുന്ന കണ്ണുകളോടെ അവളെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആ മുഖം തനിക്ക് നേരെ തിരിച്ചു. ദക്ഷയുടെ ചുവന്ന് നിൽക്കുന്ന കണ്ണിൽ നിന്നും അഗ്നിയാണ് പുറത്തേക്ക് വരുന്നതെന്ന് തോന്നിപ്പോയി അരുവിന്. അവൾ ഇതുവരെ കാണാത്ത ദക്ഷ അഗ്നിയുടെ മുഖം അവളെ നോക്കി പേടിയിൽ നിന്ന് ഉമ്മയിൽ നിന്നിറക്കിപ്പോയി അരു.